ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ഹാഫ് ഡേ മാത്രമായിട്ടുള്ള ഒരു വ്ളോഗാണ് കേട്ടോ. കൂടുതലൊന്നുമില്ല. ഇന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് പുറത്ത് പോവുകയാണ്. അപ്പം ഞാൻ ഈ ഒരു ടോപ്പ് ഇട്ടു, പിന്നെ ഈ ഒരു ചെയിനും. വേറെ മേക്കപ്പ് ഒന്നുമില്ല. തല കെട്ടി ഇതേ ഒരു സൺസ്ക്രീൻ മാത്രമാണ് കേട്ടോ ഇടുന്നത്. ഇതെനിക്ക് ഡെർമറ്റോളജിസ്റ്റ് സജസ്റ്റ് ചെയ്തതാണ് കേട്ടോ. പിന്നെ അതേ ഈ ഒരു ലിപ് ബാമും പിന്നെ മാഴ്സിൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക്കാണ് ഇട്ടത്. ഇത് നല്ലൊരു ഷെയ്ഡാണ്. ഇതിടുമ്പോഴേക്കും പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ നല്ലതാണ് കേട്ടോ. പിന്നെ ഈ ഒരു കമ്മൽ ഇട്ടു. ഈ ഒരു വാച്ച് മാത്രമാണ് ഇട്ടത്. പിന്നെ എൻ്റെ ഈ ഒരു നെയിൽ പോളിഷ് എങ്ങനെയാണ്, ഇത് ഞാൻ ലുലു മാളിൽ പോയപ്പോൾ ഇട്ട് നോക്കിയതാണ് കേട്ടോ. പിന്നെ ഈ ഒരു വാച്ച് എനിക്ക് ഭയങ്കര ലൂസാണ്. എനിക്ക് പിന്നെ എന്തിട്ടാലും ഇതുപോലെ ലൂസാണ്. അത് മാത്രമല്ല, ഈ സ്കിന്നി ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഇതിൻ്റെ ഒരു വിഷമം മനസ്സിലാവത്തുള്ളൂ. പിന്നെ നമ്മൾ ചുമ്മാ സ്ലിം ബ്യൂട്ടി ആണെന്ന് പറയുന്നല്ലോ. അപ്പം ഞാൻ എൻ്റെ ഈ ഒരു മെഡിസിൻ വാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു പോയത്. വാങ്ങിച്ചിട്ട് വന്നേ കേട്ടോ. മെഡിസിൻ ഒന്നും അല്ല, നമ്മുടെ ഈ ഒരു ബ്യൂട്ടി കോൺഷ്യസ് അത്ര മാത്രമേ ഉള്ളൂ. ഹെയറിൽ ഉപയോഗിക്കാനുള്ള സെറം. അങ്ങനെ പോയിട്ട് വന്നപ്പോൾ ഞാൻ അരിയും പച്ചക്കറികളൊക്കെ വാങ്ങിച്ചു. ഞാനല്ല വാങ്ങിച്ചത്, അമ്മയാണ്. ഞാൻ പിന്നെ ചുമ്മാ പറഞ്ഞു. പിന്നെ അരിക്ക് വേണ്ടിയിട്ടുള്ള വെള്ളമൊക്കെ വെച്ച് കേട്ടോ. ഞങ്ങൾ പിന്നെ 3 പേരായതുകൊണ്ട് തന്നെ ഇത്രയും മതി. പിന്നെ പുളിവെള്ളവും പിന്നെ തലേദിവസമല്ല 2-3 ദിവസം മുന്നേ വെച്ച ചെറുപയറാണ് കേട്ടോ. ഇത് മുളയൊക്കെ വന്നത് ഇങ്ങനെ റെഡിയായി ഇരിക്കും. അതല്ല, ഈ മുളപ്പിച്ച പയർ നല്ലതാണ് കേട്ടോ. അങ്ങനെ അരി കഴുകാൻ വേണ്ടി ഞാൻ കഴുകിക്കൊണ്ടിരുന്നപ്പോഴേക്കും അമ്മ പറഞ്ഞു അമ്മ കഴുകാമെന്ന്. ഞാൻ കഴുകുക വൃത്തിയാവത്തില്ലെന്ന് പറഞ്ഞു. പൊതുവേ ഈ അമ്മമാർ ഇങ്ങനെയാണോ ഗൈസ്? അങ്ങ് നിങ്ങളുടെ അമ്മയും ഇങ്ങനെയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അങ്ങനത്തെ ചോറ് റെഡി ആയിട്ടോ. കൂട്ടത്തിൽ നല്ല ചൂട് രസം ഉണ്ടായിരുന്നു. പിന്നെ മുളപ്പിച്ച പയറും ചീരയായിട്ടുള്ളൊരു തോരൻ, പിന്നെ അച്ചാർ, മീൻ പൊരിച്ച്, പിന്നെ അതേ മീൻ കറി ഉണ്ടായിരുന്നു കേട്ടോ. ഇത് പുളിയും മുളകും വെച്ചുണ്ടാക്കിയതാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റാണ്. സാധാരണ ഞാൻ അങ്ങനെ ഒരുപാട് മീൻ കറിയൊന്നും കഴിക്കാറില്ല. പിന്നെ ഇത് നല്ല ടേസ്റ്റ് ഉള്ളതുകൊണ്ട് കഴിച്ചു. മാത്രമല്ല, നമ്മളെ കൂട്ടത്തിൽ ഉപ്പും മുളകും കൂടെ ആയപ്പോഴേക്കും അതിലും കിടിലായി. അല്ലെങ്കിൽ എനിക്കിതുപോലെ ചോറിനോട് എന്തെങ്കിലും ടി വി കണ്ട് കഴിക്കാനാണ് ഏറ്റവും ഇഷ്ടം. അത് നമുക്ക് ഇഷ്ടമുള്ള ടി വി ഷോ ആണെങ്കിൽ അതൊന്നും കിടിലായിരിക്കും. അല്ലാതെ സിനിമ അങ്ങനെയൊന്നും വലിയ താല്പര്യമില്ല. പിന്നെ വിജയുടെ സിനിമയാണെങ്കിൽ ഞാൻ കാണും. അല്ലെങ്കിൽ നമ്മൾ വിജയ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു വീക്ക്നെസ് ആണല്ലോ. അങ്ങനെ അതെ ചോറിൻ്റെ കൂടെ ഈ പൊരിച്ച മീനൊക്കെ വെച്ച് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇതിൽ കാണുമ്പോൾ ഒരുപാട് ചോറുണ്ടെന്ന് വിചാരിക്കും. പക്ഷേ ഒരുപാട് ചോറൊന്നുമില്ല കേട്ടോ. ഞാൻ വളരെ കുറച്ച് മാത്രമാണ് കഴിക്കുന്നത്. അതുകൊണ്ടാണ് നേരത്തെ വാച്ചിട്ടപ്പോഴേക്ക് ഇത്ര ലൂസ് കാണിച്ചില്ലേ. അത് തന്നെയാണ് പൊതുവേ നമുക്ക് ഈ ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഫുഡ് കഴിക്കാൻ എന്നെ പോലെ കുറച്ച് മടിയൊക്കെ ഉണ്ടാവും. അതിപ്പോൾ സർവ്വസാധാരണമാണല്ലോ. അപ്പം നമുക്ക് ഈ വെക്കേഷനൊക്കെ കിട്ടുന്ന സമയമാണ് കേട്ടോ ഇതുപോലെയൊക്കെ ഒന്ന് അടിച്ചു പൊളിക്കാൻ പറ്റുന്നത്. മാത്രമല്ല, എനിക്ക് 5 ദിവസമാണ് കേട്ടോ കിട്ടിയത്. നിങ്ങൾക്ക് എത്ര ദിവസമാണ് കിട്ടിയതെന്നും കൂടെ കമൻറ്റ് ചെയ്തേക്കണേ. നമ്മുടെ നേഴ്സിംഗ് സ്റ്റുഡൻസിനൊക്കെ 5 ദിവസം എന്ന് പറയുന്നത് ശരിക്കും ഒരു 50 ദിവസം ലീവ് കിട്ടിയ ഒരു അവസ്ഥയാണ് കേട്ടോ. കാരണം ഒരു ദിവസം കിട്ടണമെങ്കിൽ തന്നെ നമ്മൾ അത്രയും പ്രാർത്ഥിക്കണം. പിന്നെ അതുപോലെ ഇടയ്ക്ക് വല്ല സെക്കൻഡ് സാറ്റർഡേ സൺഡേ ഒക്കെ മാത്രമാണ് ലീവ് കിട്ടുന്നത്. അല്ലാതെ സാറ്റർഡേയ്സൊക്കെ നമുക്ക് ക്ലാസ് ഉണ്ട്. അപ്പോൾ ഇത്രയുള്ള ബൈ ബൈ, സീ യു. പിന്നെ പാത്രം കഴുകി വെച്ചേട്ടോ. ബൈ.